ഹലോ, ഇന്ന് നമുക്ക് തേരി ബാത്തോമേം ഏസ ഉൽജാജിയ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാത്ത നായകൻ ഒരു പെണ്ണിനെ പ്രണയിക്കും. പിന്നീടാണ് അറിയുന്നത് അവൾ ഒരു പെണ്ണല്ലെന്ന്. അതറിഞ്ഞതിനു ശേഷം അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ആര്യനെ കാണിക്കുന്നു. ആര്യൻ ഉറങ്ങുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഒരു ഡോക്യുമെന്റിൽ വിരലടയാളം ഒപ്പിക്കുകയാണ്. ആര്യന്റേത് ഒരു കൂട്ടുകുടുംബമാണ്. ബന്ധുക്കൾ അവൻ വിവാഹം കഴിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ആര്യൻ അതിന് താല്പര്യമില്ല. അതിനാൽ അവർ അവന്റെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ഡോക്യുമെന്റിലാണ് വിരലടയാളം വാങ്ങിയത്. ഉറക്കമുണർന്നു വരുന്ന ആര്യനെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും അഭിനന്ദിക്കും. കൂടാതെ ഒരു പെൺകുട്ടിയും അവിടെയുണ്ട്. ആര്യനോട് നിന്റെ വിവാഹം കഴിഞ്ഞു, ഇതാണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ, ദേ നോക്ക്, ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല എന്ന് ആ പെണ്ണിനോട് ആര്യൻ പറയും. ആര്യന്റെ റൂമിൽ പെൺകുട്ടിയെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. ആര്യൻ അവളോട് എനിക്ക് വിവാഹത്തിലൊന്നും താല്പര്യമില്ല, ഇതൊന്നും ശരിയാകില്ല എന്ന് പറയും. അവളുടെ മുഖം മറച്ചിരിക്കുകയായിരുന്നു. ഷോൾ മാറ്റി നോക്കിയപ്പോഴാണ് ആര്യൻ ഞെട്ടിപ്പോകുന്നത്. അതൊരു റോബോട്ടായിരുന്നു. അതെല്ലാം ആര്യന്റെ സ്വപ്നമായിരുന്നു. ആര്യൻ മുംബൈയിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ ജോലിക്ക് നിൽക്കുന്നവർ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും ആര്യന് ഇഷ്ടമാകുന്നില്ല. അവൻ അവരെ ഒരുപാട് വഴക്ക് പറയും. ആരോഗ്യ കാര്യത്തിലേക്ക് ഒരുപാട് ശ്രദ്ധയുള്ള ആളാണ് ആര്യൻ. അങ്ങനെ ആര്യൻ അവരെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടും. അതിനുശേഷം കമ്പനിയിലേക്ക് പോവുകയാണ്. റോബോട്ടിനെയൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയിലാണ് ആര്യൻ ജോലി ചെയ്യുന്നത്. അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ആര്യനെ വളയ്ക്കുവാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ വീഴില്ല. അവനെ ഡേറ്റിങ്ങിനൊക്കെ വിളിക്കും. പക്ഷെ അവനതിന് താല്പര്യവുമില്ല. അതിന്റെ കാരണം കൂട്ടുകാരൻ തിരക്കുകയാണ്. അവരൊക്കെ ഫേക്കാണ് എന്നായിരുന്നു ആര്യന്റെ മറുപടിയും. അങ്ങനെ അവർ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു റോബോട്ടിനെ കണ്ടുപിടിക്കും. അതിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. എന്ത് ഇഞ്ചക്ഷൻ കൊടുക്കണം, എന്ത് ടാബ്ലറ്റ് കൊടുക്കണം എന്നൊക്കെ അവർ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് റോബോട്ട് പ്രവർത്തിക്കും. അതിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ശരിയാക്കി റോബോട്ടിനെ പെർഫെക്റ്റ് ആക്കുവാനായും ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിന് ആര്യൻ ഉൾപ്പെടെ എല്ലാ സ്റ്റാഫും എത്തും. കമ്പനിയുടെ ഓണറായ ഊർമിള ഹാലോഗ്രാം വഴി മീറ്റിംഗ് നടത്തുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ആര്യനോട് ഊർമിള പ്രത്യേകം സംസാരിക്കുവാനായി വിളിക്കും. കാരണം ആര്യന്റെ ആന്റിയാണ് ഈ ഊർമിള. ആ കമ്പനിയിലെ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ആയിട്ടാണ് ആര്യൻ ജോലി ചെയ്യുന്നതും. ആര്യനോട് സംസാരിക്കുന്ന ആന്റി അച്ഛനും അമ്മയും പറയുന്നത് പോലെ അവനോട് വിവാഹം കഴിക്കുവാനായും ഉപദേശിക്കും. ഒരിക്കലും പറ്റില്ല, വിവാഹ ജീവിതം വളരെ ഡേഞ്ചറാണ്, എന്റെ കൺമുമ്പിൽ തന്നെ അതിന് എക്സാമ്പിൾ ഉണ്ടല്ലോ എന്ന് പറയും. കാരണം ആന്റി 40 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം ഡിവോഴ്സായി ഇപ്പോൾ ഒറ്റയ്ക്ക് കമ്പനിയൊക്കെ നോക്കി നടത്തുകയാണ്. എന്നാൽ ആന്റിയാണെങ്കിലും അവന്റെ മനസ്സ് മാറ്റുവാൻ നോക്കുമെങ്കിലും നടക്കില്ല. ആന്റിയെ കാണുവാനായിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുവാനായും പറയുന്നതനുസരിച്ച് ആര്യൻ അവിടേക്ക് പോകും. ആ കമ്പനിയിൽ ഒരുപാട് റോബോട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം ടെസ്റ്റ് ചെയ്യുകയാണ്. ആന്റി 2 ദിവസം കാണില്ല. അതിനാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാനാണ് അവനെ വിളിച്ചു വരുത്തിയതും. ഈ 2 ദിവസം അവന് താമസിക്കുവാനായിട്ട് ഒരു ഫ്ലാറ്റും റെഡിയാക്കി നൽകിയിട്ടുണ്ട്. അവിടെ എന്ത് സഹായത്തിനും സിഫ്ര എന്നൊരു പെൺകുട്ടിയും ഉണ്ടെന്ന് ആന്റി പറയും. പെണ്ണെന്ന് കേട്ടപ്പോൾ തന്നെ ആര്യന് ദേഷ്യം വരും. അങ്ങനെ ആര്യൻ അവിടെ എത്തിയപ്പോൾ കഥക് തുറക്കുന്നത് സുന്ദരിയായ സിഫ്രയായിരുന്നു. അവൻ ഇഷ്ടമുള്ള രീതിയിലായിരുന്നു സിഫ്ര വീടെല്ലാം ഒരുക്കിയിരുന്നതും. അവൻ ഇഷ്ടമുള്ള ഭക്ഷണവും ബ്ലാക്ക് ടീയും ഒക്കെ അവൾ റെഡിയാക്കിയിരുന്നു. അവൻ ഇഷ്ടമുള്ളതെല്ലാം അവൾക്കും ഇഷ്ടമായിരുന്നു. അവൾക്കെല്ലാം കുക്ക് ചെയ്യാൻ അറിയാം. പല പല ലാംഗ്വേജും അറിയാമെന്നവൾ പറയും. എല്ലാം ആന്റി പറഞ്ഞു തന്നതാണെന്ന് സിഫ്ര പറയും. അടുത്ത ദിവസം ആര്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടമെല്ലാം സിഫ്ര വൃത്തിയാക്കും. വെയിറ്റ് ഒക്കെ നിഷ്പ്രയാസം എടുക്കുന്നത് കണ്ട് ആര്യൻ തന്നെ ഞെട്ടിപ്പോകും. അവന് സിഫ്രയോട് ഒരു ക്രഷ് ഒക്കെ തോന്നും. കാര്യം അവരൊരേ വൈബാണെന്ന് അവന് മനസ്സിലായി. നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സിഫ്ര സമ്മതിക്കും. അങ്ങനെ അവർ ബൈക്കിൽ സ്പീഡിന് പോകുമ്പോൾ പേടിയുണ്ടോ എന്ന് ആര്യൻ സിഫ്രയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു അവളുടെ മറുപടിയും. അങ്ങനെ അവരൊരു ക്ലബിലെത്തും. അവിടെ വെച്ച് സ്മോക്ക് ചെയ്തിട്ടുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആര്യൻ ചോദിക്കുമ്പോൾ ഇതുവരെയും അതൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അവളുടെ മറുപടി. ആര്യനാണെങ്കിലോ സിഫ്രയ്ക്ക് സിഗരറ്റ് കൊടുക്കും. അവൾ ഒരു ഭാവവ്യത്യാസവും കൂടാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വലിക്കും. ആര്യൻ ഞെട്ടിപ്പോകും. ആദ്യമായിട്ട് വലിക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് പോലും അവൾക്കില്ലായിരുന്നു. അതിനുശേഷം അവർ ബീച്ചിലിരിക്കുമ്പോൾ ആര്യൻ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നറിയാനായിട്ട് അവൻ അത് ചോദിക്കുമ്പോഴോ ബോയ് ഫ്രണ്ട് ഒന്നുമില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. എങ്ങനെയുള്ള ആളിനെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവൾ ആര്യന്റെ എല്ലാ ക്വാളിറ്റിയും പറഞ്ഞ് ആര്യനെ പോലെ ഒരാളായിരിക്കണം എന്നവൾ പറയുന്നു. ആര്യൻ അത് കേൾക്കുമ്പോൾ സന്തോഷമായി. അവരന്ന് എൻജോയ് ചെയ്ത ശേഷം വീട്ടിലെത്തും. അന്ന് രാത്രി അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു.
അടുത്ത ദിവസം രാവിലെ സിഫ്രയ്ക്ക് മുൻപ് ഉറക്കമുണർന്ന ആര്യനാണെങ്കിലോ അവൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുമ്പോൾ ആന്റി പ്രതീക്ഷിക്കാതെ കയറി വരും. 2 ദിവസമെന്ന് പറഞ്ഞിട്ട് 1 ദിവസം ആകുന്നതിന് മുമ്പേ ഇങ്ങെത്തി. സിഫ്രയെ തിരക്കുമ്പോൾ റൂമിലാണെന്ന് ആര്യൻ പറയും. റൂമിൽ പോയി നോക്കിയപ്പോൾ അവൾ അവിടെ ഇല്ല. അവൾ അവളുടെ റൂമിലില്ലല്ലോ എന്ന് ആന്റി പറയുമ്പോൾ അവൾ എന്റെ റൂമിലാണെന്ന് ആര്യൻ പറയും. ആര്യന്റെ കള്ളത്തരവും ഒക്കെ കാണുമ്പോൾ ആന്റിക്ക് കാര്യം മനസ്സിലായി. ആന്റി ആര്യനെ ഒരുപാട് വഴക്ക് പറയും. ആര്യൻ റൂമിൽ ചെന്ന് സിഫ്രയെ വിളിക്കുമ്പോൾ അവൾ ഉണരുന്നില്ല, വായും തുറന്നു കിടക്കുകയാണ്. ആന്റി വന്ന് നോക്കിയപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ആന്റി പറയും ചാർജ് ഇല്ലാതെ ഓഫായതാണ്, ഇതൊരു റോബോട്ടാണെന്ന് പറഞ്ഞ് അവളെ ചാർജിന് വെക്കും. അതെല്ലാം കേട്ട ആര്യന് സഹിക്കാനായില്ല. അവൻ ആന്റിയോട് ദേഷ്യപ്പെടും. ആദ്യമായിട്ടാ ഒരു പെണ്ണിനോട് ഫീലിങ്സ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെടുമ്പോഴോ ആന്റിക്ക് സന്തോഷമാണുണ്ടായത്. തന്റെ റോബോട്ട് ഒരു മനുഷ്യനുമായി ഇമോഷണലി കണക്റ്റായി. അത് ടെസ്റ്റ് ചെയ്യുവാനാണ് ആര്യനെ ആന്റി വിളിച്ചു വരുത്തിയതെന്നും ആന്റി പറയും. അതെല്ലാം കേട്ട ആര്യന് ദേഷ്യം സഹിക്കാനായില്ല. അങ്ങനെ അടുത്ത ദിവസം മുതൽ ആര്യന് സിഫ്ര റോബോട്ടാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ മിണ്ടുവാനൊക്കെ ശ്രമിക്കുമ്പോഴും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴും ആര്യൻ സിഫ്രയുമായി തർക്കിക്കുകയാണ് ചെയ്യുന്നത്. സിഫ്ര എങ്ങനെയാ ഫുഡ് കഴിക്കുന്നത് എന്ന് ആര്യൻ ചോദിക്കുമ്പോൾ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്, അതിൽ സ്റ്റോർ ആകും, തിരികെ എടുക്കുവാനായും പറ്റുമെന്ന് പറഞ്ഞ് സിഫ്രയെ കൊണ്ട് ഒരു തക്കാളി കഴിപ്പിച്ചിട്ട് അത് തിരികെ എടുത്ത് ഡെമോ കാണിക്കും. മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നാതിരിക്കാനാണ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തതെന്ന് ആന്റി പറയും. എന്നാൽ ആര്യനാണെങ്കിലോ സിഫ്രയുടെ സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്നും ആ തക്കാളി എടുത്ത് കഴിക്കും. സിഫ്രയാണെങ്കിൽ അതെന്റെ തക്കാളിയാണെന്ന് പറയുമ്പോൾ എങ്കിൽ കൊണ്ടുപോയി കേസ് കൊടു എന്നായിരുന്നു ആര്യന്റെ മറുപടി. അത് കേട്ടതും സിഫ്ര കേസ് കൊടുക്കാനായി പോകുമ്പോൾ അവൻ വെറുതെ പറഞ്ഞതാണെന്ന് സിഫ്രയോട് ആന്റി പറയും. ആരെന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരു റോബോട്ടാണ് സിഫ്ര. അങ്ങനെ ആര്യൻ നാട്ടിലേക്ക് പോകുവാനായും തീരുമാനിക്കുകയാണ്. അവൻ നാട്ടിലെത്തിയതും അവന് വല്ലാത്ത വിഷമം. കൂട്ടുകാരനോട് സിഫ്രയുടെ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അന്ന് രാത്രി പോലും നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ ഇല്ല, ആ രീതിയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതെന്ന് ആര്യൻ പറയുന്നു. ആര്യൻ മാനസികമായി തകർന്നിരിക്കുകയാണ്. ആയതിനാൽ വീട്ടുകാർ പറയുന്ന വിവാഹത്തിന് അവൻ തയ്യാറാകും. എൻഗേജ്മെന്റ് ഉറപ്പിച്ച കാര്യം ആന്റിയെ വീഡിയോ കോൾ വിളിച്ച് പറയുമ്പോഴോ അവൻ സിഫ്രയെ കാണുന്നു. അപ്പോൾ വീണ്ടും അവന്റെ മനസ്സിൽ സിഫ്രയോട് പ്രണയം തോന്നും. അവൻ അവളോടൊപ്പം ജീവിക്കണമെന്നായി. ഉടനെ തന്നെ അവൻ ആരും അറിയാതെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ആന്റിയുടെ അടുത്തേക്ക് പോകും. കുറച്ചു ദിവസത്തേക്ക് സിഫ്രയെ വിട്ടുതരണമെന്ന് ആര്യൻ പറയും. അങ്ങനെ ആന്റി സിഫ്രയെ ആര്യനൊപ്പം അയക്കും. സിഫ്രയെ എയർപോർട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഫുൾ ഡോക്യുമെന്റ് ഒക്കെ കാണിച്ച് ഒരുവിധം അവൻ നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവൻ ഫ്ളാറ്റിൽ വന്നിട്ട് അമ്മയെ വീഡിയോ കോൾ വിളിച്ച് തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് സിഫ്രയെ പരിചയപ്പെടുത്തുന്നു. കൂട്ടുകാരന് പരിചയപ്പെടുത്തുമ്പോൾ അവൻ ആദ്യം അത് വിശ്വസിക്കില്ല. പിന്നെ സിഫ്ര ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവന്റെ കൈ ഞെരിക്കുമ്പോഴാണ് അവൻ അത് മനുഷ്യനല്ലെന്ന് മനസ്സിലാകുന്നതും. അങ്ങനെ സിഫ്രയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകും വഴി വീട്ടിൽ ചെന്ന് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അവൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സിഫ്രയെ കണ്ട വീട്ടുകാരാണെങ്കിലോ ഞെട്ടിപ്പോകുന്നു. അത്രയും സുന്ദരിയായിരുന്നല്ലോ അവൾ. വീട്ടുകാരൊക്കെ അവളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവൾ റോബോട്ടാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ആന്റിയെ വിളിച്ച് സിഫ്രയെ അവന് പരിചയപ്പെടുത്തിയതിനും അവൾ നല്ല കുട്ടിയാണെന്നുമൊക്കെ അമ്മ പറയുമ്പോഴോ ആന്റിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എവിടെ സിഫ്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടുവന്ന ആര്യനാണെങ്കിലോ ഓടിപ്പോയി ഫോൺ വാങ്ങി മാറി നിന്ന് നടന്ന കാര്യമെല്ലാം തുറന്നു പറയും. എടാ, അതൊരു റോബോട്ടാണ് എന്നൊക്കെ ആന്റി പറയുമ്പോഴും അവൻ അതും ഇതുമൊക്കെ പറഞ്ഞ് ആന്റിയെ സമാധാനിപ്പിക്കും. അങ്ങനെ ആര്യൻ പ്രണയപൂർവ്വം സിഫ്രയെ റോസാപ്പൂവൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്യും. അവർ രണ്ടാളും പരസ്പരം പ്രണയിക്കുവാനായും തുടങ്ങി. അടുത്ത ദിവസം സിഫ്ര ആഹാരം പാകം ചെയ്യുകയാണ്. അമ്മ അവളെ സഹായിക്കുവാനായി പോകുമ്പോൾ അവൾക്കെല്ലാം അറിയാം, എല്ലാ ഭക്ഷണവും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അമ്മയെ ആര്യൻ തടയും. അമ്മ നോക്കുമ്പോഴോ 2 കൈ കൊണ്ടും അവൾ ആഹാരം ഉണ്ടാക്കുന്നു. അവൾ അമേരിക്കയിൽ വളർന്ന കുട്ടിയല്ലേ, അതാണ് അങ്ങനെയെന്ന് ആര്യൻ മറുപടി പറയും. അപ്പോൾ തന്നെ സിഫ്ര എല്ലാ ആഹാരവും റെഡിയാക്കി കഴിഞ്ഞിരുന്നു. ആഹാരമെല്ലാം എല്ലാവരും രുചിയോടെ കഴിക്കുകയാണ്. അവർക്ക് അവളോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ മുത്തശ്ശൻ കഴിക്കേണ്ട ഗുളികയെ പറ്റിയും ഒക്കെ അവൾ പറയും. ആരും ശ്രദ്ധിക്കാത്ത കാര്യം സിഫ്ര ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അവരുടെ വീട്ടിലെ ഒരു അംഗമായി മാറി സിഫ്ര. അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. സിഫ്ര ഒരുങ്ങി വരുമ്പോൾ ഒരു ബന്ധു അവളെ കണ്ടിട്ട് എന്തു സുന്ദരിയാ, ഈ സൗന്ദര്യം കണ്ടാൽ ഡൽഹിയെ കത്തിക്കാൻ തോന്നുമെന്ന് പറയുമ്പോൾ എന്ത്, ഡൽഹി കത്തിക്കണമോ എന്ന് സിഫ്ര ആര്യനോട് ചോദിക്കും. അതൊന്നുമില്ല, നിന്നെ പുകഴ്ത്തിയതാണെന്ന് ആര്യൻ പറഞ്ഞ് സിഫ്രയെ സമാധാനിപ്പിക്കും. സിഫ്രയ്ക്ക് എല്ലാവരും പറയുന്ന ചില കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും അതനുസരിക്കുന്ന പോലെയാണ് സിഫ്ര. ഫംഗ്ഷൻ നടക്കവേ സിഫ്ര ചാർജ് തീർന്ന് തറയിൽ വീഴുകയാണ്.
എന്തെന്നറിയാൻ അവിടെയുണ്ടായിരുന്ന ഫാമിലി ഡോക്ടർ പരിശോധിക്കുമ്പോൾ സിഫ്രയ്ക്ക് പൾസ് ഒന്നുമില്ല, അവൾ മരിച്ചുവെന്ന് ഡോക്ടർ പറയും. എന്നാൽ ആര്യൻ അവിടെ എത്തി സിഫ്രയെ എടുത്തുകൊണ്ടുപോയി ചാർജിനിടും. വീട്ടുകാർ റൂമിലെത്തി നോക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണവൾ. പെട്ടെന്ന് സുഖമില്ലാതായതാണ് എന്നവൻ പറഞ്ഞ് അവരെ ഒഴിവാക്കും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സിഫ്രയിൽ ഫാസ്റ്റ് ചാർജിങ്ങിന് അപ്ഡേറ്റ് കാണിക്കുമ്പോൾ ആര്യനോട് ചോദിച്ച് സിഫ്ര അപ്ഡേറ്റ് ചെയ്യും. അടുത്ത ദിവസം ഉറക്കമുണരുന്ന ആര്യനോട് നീ ആരാണ് എന്നാണ് സിഫ്ര ചോദിച്ചതും. അപ്ഡേറ്റിൽ വന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ ആര്യൻ ആന്റിയെ വിളിച്ച് കാര്യം തിരക്കുമ്പോഴോ അപ്ഡേറ്റ് ചെയ്തപ്പോൾ വൈറസ് മെമ്മറിയെ ബാധിച്ചതാണെന്ന് ആന്റി പറയും. പിന്നെ സിഫ്രയുടെ മെമ്മറി ബാക്കപ്പ് ചെയ്തത് അയക്കാം, അത് ഫയലിൽ റീസ്റ്റോർ ചെയ്യാനായും ആന്റി പറയും. ആര്യൻ അതുപോലെ ചെയ്തു. സിഫ്ര വീണ്ടും ഹായ് ആര്യൻ എന്ന് പറഞ്ഞ് സംസാരിക്കുവാനായും തുടങ്ങി. അവളുടെ മെമ്മറിയൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ സിഫ്രയെ ചാർജിലിട്ടതിനു ശേഷം ആര്യൻ പുറത്തു പോയി. ഡോറ് ക്ലോസ് ചെയ്യുവാനായും പറഞ്ഞിരുന്നു. അപ്പോൾ പുറത്തു നിന്ന് കളിക്കുകയായിരുന്ന ഒരു പയ്യൻ ജനൽ വഴി സിഫ്രയെ കാണും. അവളുടെ നെറ്റിയിലെ ലൈറ്റ് കണ്ട് എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു റോബോട്ടാണ്, ചാർജ് ചെയ്യുകയാണെന്ന് പറയും. അകത്ത് കയറിയ പയ്യൻ ആ ഒരു കേബിൾ മാറ്റിയപ്പോൾ സിഫ്രയുടെ നെറ്റിയിലെ ലൈറ്റും പോയി. വീണ്ടും ആ കേബിൾ കണക്ട് ചെയ്തപ്പോൾ ലൈറ്റ് വന്നു. അവൾ റോബോട്ടാണെന്ന് അവന് മനസ്സിലായി. സിഫ്രയും കൂട്ടി അവൻ പുറത്തേക്ക് പോയി ഒരു സ്ഥലത്തിരിക്കും. അവൻ അവളെ വല്ലാതെ നോക്കുകയാണ്. ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കും. അവനാണെങ്കിലോ സിഫ്രയെ കിസ് ചെയ്യുവാനായി പോകുമ്പോൾ ആര്യൻ അവിടെ എത്തി അവനെ അടിക്കും. അവനെല്ലാം എല്ലാവരോടും പറയുമെന്ന് പറയുമ്പോഴോ നീ എങ്ങനെ തെളിയിക്കുമെന്ന് ആര്യൻ ചോദിക്കും. അപ്പോൾ അവൻ സിഫ്ര ചിരിക്ക്, കരയ് എന്നൊക്കെ പറയുമ്പോൾ സിഫ്ര അതുപോലെ ചെയ്യും. ആര്യനാണെങ്കിലോ അതൊന്നും കേൾക്കരുത് സിഫ്ര എന്ന് അവളെ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വെച്ച് ഞാൻ തെളിയിക്കുമെന്ന് അവൻ പറയുമ്പോൾ അവൻ മോശമായി പെരുമാറാൻ നോക്കിയത് വീട്ടിലെല്ലാവരോടും പറയുമെന്ന് ആര്യനും ഭീഷണിപ്പെടുത്തിയ ശേഷം ആര്യൻ സിഫ്രയെ കൊണ്ട് അവന് തല കീഴായി തൂക്കും. അവൻ ആരോടും പറയില്ല എന്നുറപ്പായപ്പോൾ അവനെ വെറുതെ വിടുവാനായും തീരുമാനിക്കും. അവൻ മാപ്പും പറഞ്ഞു പോകും. ഇങ്ങനെ എല്ലാവരും പറയുന്നതൊന്നും കേൾക്കരുത്. അവൻ എങ്ങനെ നിന്നെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ജനൽ വഴിയാണ് കണ്ടതെന്ന് പറയും. അതെന്താ ക്ലോസ് ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഡോർ അടയ്ക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്നവൾ പറയും. ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ എന്നവൻ പറഞ്ഞ് ദേഷ്യപ്പെടും. അവൻ ടെൻഷൻ ആകുന്നത് കാണുന്ന സിഫ്ര അവനെ ഹഗ് ചെയ്യും. കാര്യം ആര്യൻ ടെൻഷനായാൽ ഒന്ന് ഹഗ് ചെയ്താൽ മതിയെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ഹാപ്പിയാകുന്നു. അങ്ങനെ സിഫ്രയുടെയും ആര്യന്റെയും എൻഗേജ്മെന്റ് തീരുമാനിക്കും. ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് മുത്തശ്ശന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴും. സിഫ്രയും ആര്യനും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. അടുത്ത ദിവസം മുത്തശ്ശനെ വീട്ടിലേക്കും കൊണ്ടുവന്നു. അത് കൂട്ടുകാരൻ സിഫ്രയോട് പറഞ്ഞപ്പോൾ അവൾ മൈൻഡ് ചെയ്യാതെ നിന്ന് മുടി ചെയ്യുകയായിരുന്നു. അത് കണ്ട കൂട്ടുകാരൻ ആര്യനോട് സിഫ്രയ്ക്ക് ഇമോഷൻ ഒന്നുമില്ല, ഈ സ്ഥാനത്ത് ഒരു യഥാർത്ഥ പെണ്ണായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് നടന്ന കാര്യം പറയും. എന്നാൽ ആര്യനാണെങ്കിലോ അവളോടുള്ള പ്രണയം കാരണം അവൻ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യില്ല. ആന്റി എൻഗേജ്മെന്റ് ഫംഗ്ഷന് പങ്കെടുക്കാനായി വരുമ്പോൾ ആര്യനോട് ഇതൊന്നും ശരിയാകില്ല എന്ന് പറയുമ്പോൾ അവൻ ആന്റിയെ സമാധാനിപ്പിക്കും. അവന് സിഫ്രയോടുള്ള പ്രണയമെല്ലാം ആന്റിയോട് തുറന്നു പറയും. ആന്റി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതേസമയം ഒരു ബന്ധു സിഫ്രയോട് പാട്ടിന് ഡാൻസ് കളിക്കുമോ, ഐറ്റം ഡാൻസ് ഒക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞ് കളിക്കുവാനായി എഴുന്നേൽക്കുന്ന സിഫ്രയെ അമ്മ തടയും. അന്ന് രാത്രി അവിടെ പവർ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അത് ചാർജിനിരിക്കുകയായിരുന്ന സിഫ്രയെയും ബാധിച്ചു. സിഫ്രയെ വിളിക്കാനായിട്ട് ഒരു പെൺകുട്ടി വരുമ്പോഴോ സിഫ്രയുടെ സംസാരമൊക്കെ മാറി. പ്രേതങ്ങളെ പോലെയും പല പല ശബ്ദത്തിലുമൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി. പേടിച്ചു പോയ ആ കുട്ടി നേരെ ആര്യനടുത്ത് ചെന്ന് കാര്യം പറയും. ആര്യനും കൂട്ടുകാരനും കുട്ടിയോടൊപ്പം റൂമിലെത്തുമ്പോഴോ സിഫ്ര അവിടെയില്ല. സിഫ്ര നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ തക്കാളി ആര്യനെടുത്തു, അവനെതിരെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പല പല ശബ്ദത്തിൽ സംസാരിക്കുവാനായി തുടങ്ങി. പോലീസുകാർക്കെന്തോ വശപ്പിശകു തോന്നും. സിനിമയുടെ തുടക്കത്തിൽ സിഫ്രയുടെ ടൊമാറ്റോ കഴിച്ചിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ ആര്യൻ തമാശയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. മദർ ബോർഡിൽ കംപ്ലൈന്റ് ആയതിനാൽ തമാശയ്ക്ക് പറഞ്ഞതെല്ലാം സിഫ്ര ഓർഡറായി സ്വീകരിച്ചു. അങ്ങനെയാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുവാനായും വന്നത്. അങ്ങനെ പോലീസ് സിഫ്രയുടെ നിർബന്ധപ്രകാരം കംപ്ലൈന്റ് സ്വീകരിച്ച് ആര്യന്റെ ഫോൺ നമ്പർ വാങ്ങി അവനെ വിളിച്ച് കാര്യം പറയുമ്പോഴോ ആ കുട്ടിക്ക് മെന്റൽ പ്രോബ്ലം ആണെന്ന് ആര്യൻ പറയും. ആര്യൻ അവിടെ എത്തി സിഫ്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. വീട്ടിലെത്തിയ സിഫ്രയുടെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ആന്റിയാണെങ്കിലോ സിഫ്ര നീ തനിയെ ഷട്ട് ഡൗൺ ചെയ്യാനായി പറയുമ്പോൾ പറ്റില്ല, ഒരുപാട് ഓർഡറുകൾ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അത് ചെയ്യുവാനായും തുടങ്ങി. അങ്ങനെ മറ്റൊരു ബന്ധു പറഞ്ഞതുപോലെ ഹോട്ടായി ഡാൻസും ചെയ്യും. പിന്നെ സൗന്ദര്യം കണ്ടാൽ ഡൽഹിയെ കത്തിക്കാൻ തോന്നുമെന്ന് തമാശയ്ക്ക് പറഞ്ഞിരുന്നല്ലോ. അത് ഓർഡറായി സ്വീകരിച്ച സിഫ്ര ഡൽഹി കത്തിക്കാനായി ആദ്യം വീട് മുഴുവൻ കത്തിച്ചു തുടങ്ങി. സിഫ്രയെ ആരാലും തടയാനായി പറ്റിയില്ല. ആര്യൻ തടയാൻ നോക്കിയിട്ടും അവൾ നിന്നില്ല. ഇനി സിഫ്രയെ തടയാൻ ഒരു വഴിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ആര്യൻ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അവളെ അടിച്ചിടുന്നു. സിഫ്രയാണെങ്കിലോ ഓഫായി തറയിൽ വീഴും. അതോടെ എല്ലാവർക്കും അവളൊരു റോബോട്ടാണെന്ന കാര്യം മനസ്സിലായി. ആര്യൻ അവളെ ചേർത്ത് പിടിച്ച് ഒരുപാട് കരയും.
അത് കാണുന്ന ആന്റിക്ക് ആര്യൻ എത്ര അവളെ സ്നേഹിച്ചു എന്ന കാര്യം മനസ്സിലാകും. അങ്ങനെ ആന്റി സിഫ്രയെ കൊണ്ടുപോയി വീണ്ടും ശരിയാക്കുകയാണ്. നാളുകൾ കഴിഞ്ഞ് സിഫ്രയെ ആന്റി റെഡിയാക്കി മറ്റുള്ളവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ സിഫ്രയെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം നടക്കുകയായിരുന്നു. അവിടെ ഒരു പെൺകുട്ടി വന്ന് ആര്യനോട് സംസാരിക്കും. സംസാരിച്ചു നിൽക്കവേ ഞാനൊരു റോബോയെ പ്രണയിക്കുവാനായി തീരുമാനിച്ചു. മനുഷ്യനേക്കാൾ എന്തുകൊണ്ട് നല്ലത് റോബോട്ടാണ്, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാകില്ല. ഒരു ഘട്ടത്തിൽ അതിന്റെ മെമ്മറി ലോസായ നമ്മൾ ആരെന്ന് പോലും അതിനറിയത്തില്ല. അത് ചിലപ്പോൾ വലിയ കഷ്ടമായിരിക്കും, നമുക്ക് മനസ്സിനത് താങ്ങാനാകില്ല എന്നൊക്കെ ആര്യൻ പറയുകയാണ്. എങ്കിൽ മനുഷ്യനാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ആര്യനെ കോഫി കുടിക്കുവാനായി വിളിക്കും. പക്ഷെ അവൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവർ രണ്ടാളും സംസാരിക്കുന്നത് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, സിഫ്രയായിരുന്നു. പൊസസീവായിട്ടാണ് അവൾ നോക്കുന്നത്. ആ കാര്യമെല്ലാം ആര്യന്റെ കൂട്ടുകാരൻ കാണുന്നുണ്ടായിരുന്നു. അവൻ ആര്യനോട് അത് പറയുമ്പോൾ, ഏയ് ഇല്ലടാ, എന്നെ പറ്റിയുള്ള എല്ലാ മെമ്മറിയും ആന്റി മായ്ച്ചു കളഞ്ഞു. പുതിയ രീതിയിലാണ് അവളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്ന് കൂട്ടുകാരനോട് പറയും. എന്നാൽ നീ സിഫ്രയെ നോക്കിയേ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ ആര്യൻ അവളെ നോക്കുന്നു. സിഫ്രയാണെങ്കിലോ ആര്യനെ തന്നെ ശ്രദ്ധിച്ച് പൊസസീവായ ലുക്കിൽ നിൽക്കുകയാണ്. ആര്യനെ കണ്ടതും അവൾ ചിരിക്കും. സിഫ്രയ്ക്ക് ആര്യനെ പറ്റിയുള്ള ഓർമ്മകൾ ഉണ്ടെന്നും അവൾക്ക് ഇമോഷൻ ഉണ്ടെന്നും ആര്യന് മനസ്സിലാകുന്നു. വീണ്ടും ഇത് തുടരും എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. രണ്ടാം പാർട്ടിനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കരുതേ. എന്നാൽ മാത്രമേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.